ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ 9. യേശുവിൽ മുന്നോട്ടോടുക. പിൻപിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ. കാട്ടിലൂടെയുള്ള ഒരു ഓട്ടത്തിനിടയിൽ ഞാൻ ഒരു കുറുക്കുവഴി കണ്ടെത്താൻ ശ്രമിച്ച് അപരിചിതമായ വഴിയിലൂടെ പോയി. എനിക്ക് വഴി തെറ്റിയോ എന്ന് സംശയിച്ച് ഞാൻ ശരിയായ പാതയിലാണോ എന്ന് എതിരെ വന്ന ഒരു ഓട്ടോക്കാരനോട് ചോദിച്ചു. അതെ, അവൻ ആത്മവിശ്വാസത്തോടെ മറുപടി പറഞ്ഞു. എൻ്റെ സംശയത്തോടെയുള്ള നോട്ടം കണ്ട് അയാൾ പെട്ടെന്ന് കൂട്ടിച്ചേർത്തു, വിഷമിക്കേണ്ട, ഞാൻ എല്ലാ തെറ്റായ വഴികളും പരീക്ഷിച്ചു, പക്ഷേ കുഴപ്പമില്ല, ഇതെല്ലാം ഓട്ടത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ ആത്മീക യാത്രയുടെ എത്ര ഉചിതമായ വിവരണം, എത്ര പ്രാവശ്യം ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയിട്ടുണ്ട്, പ്രലോഭനങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട്, ജീവിതത്തിലെ കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു. എന്നിട്ടും ദൈവം ഓരോ തവണയും എന്നോട് ക്ഷമിക്കുകയും മുന്നോട്ടു പോകാൻ എന്നെ സഹായിക്കുകയും ചെയ്തു. ഞാൻ തീർച്ചയായും വീണ്ടും ഇടറിപ്പോകുമെന്ന് എനിക്കറിയാം. തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള നമ്മുടെ പ്രവണത ദൈവത്തിനറിയാം. എന്നാൽ നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുകയും അവൻ്റെ ആത്മാവിനെ നമ്മെ രൂപാന്തരപ്പെടുത്താൻ അനുവദിക്കുകയും ചെയ്താൽ വീണ്ടും വീണ്ടും ക്ഷമിക്കാൻ ദൈവം എപ്പോഴും തയ്യാറാണ്. ഇതെല്ലാം വിശ്വാസയാത്രയുടെ ഭാഗമാണെന്ന് പൗലോസിനും അറിയാമായിരുന്നു. തൻ്റെ പാപപൂർണമായ ഭൂതകാലത്തെയും നിലവിലെ ബലഹീനതകളെയും കുറിച്ച് പൂർണ്ണമായി ബോധവാനായ അദ്ദേഹം താൻ ആഗ്രഹിച്ച ക്രിസ്തു സമാനമായ പൂർണ്ണത കൈവരിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ലെന്ന് അവൻ അറിയാമായിരുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു, അവൻ കൂട്ടിച്ചേർത്തു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഇടർച്ച ദൈവവുമായുള്ള നമ്മുടെ നടത്തത്തിന്റെ ഭാഗമാണ്. നമ്മുടെ തെറ്റുകളിലൂടെയാണ് ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നത്. ക്ഷമിക്കപ്പെട്ട മക്കളായി മുന്നേറാൻ ദൈവത്തിന്റെ കൃപ നമ്മെ പ്രാപ്തരാക്കുന്നു. ചിന്തിക്കുക, ഇന്ന് നിങ്ങൾക്ക് എന്ത് തെറ്റുകളാണ് ദൈവത്തോട് ഏറ്റുപറയാനുള്ളത്? നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഓട്ടത്തിൽ മുന്നേറാൻ ക്ഷമയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉറപ്പ് നിങ്ങളെ എങ്ങനെ സഹായിക്കും? ദൈവത്തിന് മഹത്വം.